ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വൈഫൈ ക്യാമറയെക്കുറിച്ചാണ്. ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വൈഫൈ ക്യാമറയെ പറ്റിയാണ്. അതെങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ സെറ്റപ്പ് ചെയ്യുക, അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്നൊക്കെ ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഞാൻ അതിന് മുൻപേ ഒരു 4 ചാനൽ DVRൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എക്സ്പെൻസീവാണ്. 12,000-13,000 രൂപയോളം നമുക്ക് എക്സ്പെൻസീവ് വരും. ഇത് വളരെ ചെറിയ ചിലവിൽ, അതായത് ഒരു 2,500 രൂപയാണ് ക്യാമറയുടെ വില. നമുക്കതിലൊരു 64 GB മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്ത് നമുക്കൊരു 3,200 റുപ്പീസ് നമുക്കൊരു വീട്ടിലേക്കൊരു സെക്യൂരിറ്റി പോലെ നമുക്കൊരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പുതിയ ക്യാമറയുടെ സെറ്റപ്പും ബാക്കി വിശേഷങ്ങളും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. TpLinkൻ്റെ പ്രൊഡക്റ്റാണ്. ടാപ്പോ എന്നാണ് ക്യാമറയുടെ പേര്. വൈഫൈ ക്യാമറ, മോഷൻ ഡിറ്റക്ഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ, നൈറ്റ് വിഷൻ അപ് ടു 30 feet, 1080 റെസൊല്യൂഷൻ, 128 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും, 1 year വാറൻറ്റി ഉണ്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. നമുക്കതൊന്ന് തുറക്കാം. ഇതിൻ്റെ കൂടെ വരുന്നത് ക്യാമറ, അതിന് പവർ, DC പവർ കൊടുക്കാനുള്ളൊരു അഡാപ്റ്റർ, പിന്നെ അത് ചുമരിലോ അല്ലെങ്കിൽ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാനുള്ളൊരു ബേസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത് അതിൻ്റെ സ്പീക്കറാണ് ബാക്കിൽ കാണുന്നത്. അതിൻ്റെ ബേസ് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണത്. ഇതിലൊരു മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 128 GB വരെ സപ്പോർട്ട് ചെയ്യും. മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ ക്യാമറ ഒന്ന് റീസെറ്റ് ചെയ്യണമെങ്കിലുള്ള സ്വിച്ചുമാണ് ആ കാണുന്നത്. ഇതെല്ലാമാണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ടാപ്പോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് അതിൻ്റെ DC അഡാപ്റ്റർ. ഇതാണ് അതിൻ്റെ ബേസ്. നമ്മളൊരു ബൾബെല്ലാം അഡാപ്റ്ററിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രശ്നം ഞാൻ കണ്ടത് ഇതാണ്, നമുക്കത് പെട്ടെന്ന് ഊരിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഔട്ട്ഡോറെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൾബ് ഊരിയെടുക്കുന്ന രീതിയിൽ ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനതൊരു വേറെ രീതിയിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അത് ഞാൻ അതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരു 64 GB മെമ്മറി കാർഡാണ് ഞാനിതിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. 128 GB വരെ സപ്പോർട്ട് ചെയ്യും. നമുക്കിനി ഇതിൻ്റെ മൊബൈലിൽ ഇത് കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ടാപ്പോ എന്നാണ് അതിൻ്റെ പേര്. TpLinkൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് TpLink ടാപ്പോ. നമുക്കിത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് ഒരു വൈഫൈ കണക്ഷൻ വഴി ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും വൈഫൈ കണക്ഷൻ വഴിയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ. ടാപ്പോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു യൂസർ നെയിം പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ സൈൻ അപ്പ് സെലക്ട് ചെയ്ത് ഒരു യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് അത് അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതായത് ആദ്യം ടാപ്പോ ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് വരുന്ന ഒരു ലിങ്ക് ഓക്കെ കൊടുത്ത് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടാപ്പ് ഓപ്പൺ ചെയ്യുക. ടാപ്പ് ഓപ്പൺ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ മൈ ഹോം, എൻ്റെ വൈഫൈയുടെ പേരാണ് ഞാൻ മൈ ഹോം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈഫൈ കണക്ടിവിറ്റി കറക്റ്റ് അല്ലെങ്കിൽ ഇത് നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ എന്ന് കണ്ടില്ല, ഇതുപോലെ വരും. അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ വൈഫൈക്ക് എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേരോടെ കാണിക്കണം. അതുപോലെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്യാമറ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ടാപ്പ് C100 എന്നുള്ള ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ക്യാമറയിലൊരു ലൈറ്റ് ബ്ലിങ്ക് ആവും. നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ലൈറ്റ് ബ്ലിങ്ക് ആവും. അതിലൊരു വൈഫൈ, ടാപ്പോ എന്നൊരു വൈഫൈ കാണും, അത് ഓക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാമറ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമതായി ചെയ്യേണ്ടത് നമ്മുടെ ക്യാമറയ്ക്ക് വൈഫൈ കണക്ടിവിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി നമ്മുടെ വൈഫൈ പാസ്വേഡ് എന്താണെന്നുണ്ടെങ്കിൽ വൈഫൈ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് വൈഫൈ കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് വൈഫൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് പുഷ് ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇത്രയുമേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഒരു വൈഫൈ ത്രൂ ആണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത് എങ്കിൽ വേഗം നമ്മുടെ മൊബൈലും ക്യാമറയും ഒരു സിംഗിൾ വൈഫൈയിലാണ് കണക്റ്റ് ആവുന്നത്.
അങ്ങനെ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് നമ്മുടെ ക്യാമറയുടെ പേര് ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്കൊരു ക്യാമറയ്ക്ക് ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ 2-3 ക്യാമറ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തെ ക്യാമറയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനൊക്കെ സഹായിക്കും. ഒരു ക്യാമറ ഇവിടെ പേര് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ക്യാമറ എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? നമുക്ക് 2-3 ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിൽ വയ്ക്കാം. ബേബി റൂം, ഹോം, കിച്ചൺ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യുക. ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത്. കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. സെറ്റപ്പ് എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുക. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്താലുള്ള ഓപ്ഷൻ വരും. അത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞു. ഞാൻ എൻ്റെ കണ്ണൂർ വീട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണൂർ ഹോം ക്യാമറ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാമറ എന്നുള്ള വിഷ്വൽ നമുക്ക് തന്നു തുടങ്ങി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. 2500 രൂപയാണ് ക്യാമറയുടെ വില. നമുക്ക് മെമ്മറി കാർഡിന് 128 GB വരെ സപ്പോർട്ട് ചെയ്യും. ഞാൻ 64 GB ആണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം കൂടി എനിക്കൊരു 3200 ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ചിലവിൽ നമുക്ക് എല്ലാവരുടെയും വീട്ടിലേക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഒരു സെക്യൂരിറ്റി ക്യാമറ ഞാൻ ഇതിന് മുമ്പ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു അതിന് 10-12,000 രൂപ എക്സ്പെൻസ് വരും. ഇത് നമുക്ക് വളരെ ചെറിയ ചിലവിൽ നമുക്കൊരു ക്യാമറ ചെയ്യാൻ സാധിക്കും. നമുക്കതിൻ്റെ ക്യാമറയുടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. 360 ഡിഗ്രി ഹൊറിസോണ്ടൽ റൊട്ടേഷനും 114 ഡിഗ്രി വേർട്ടിക്കൽ റൊട്ടേഷനുമാണ് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഫുൾ സ്ക്രീനിൽ കാണാം കേട്ടോ. ഞാനത് അതിൻ്റെ ചെറിയ സ്ക്രീനിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് ഫുൾ സ്ക്രീനിലും കാണാം. ഇതിൻ്റെ മറ്റ് ഓപ്ഷനുകളാണ് താഴെ കാണുന്ന മറ്റ് ഓപ്ഷനുകളാണ്. മുകളിൽ കാണുന്ന HQ ഓട്ടോ ഇതെല്ലാം എന്തെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. HQ LQ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി എന്നാണ്. അതുപോലെ ഓട്ടോ ഡേ മോഡാണോ നൈറ്റ് മോഡാണോ നമുക്ക് ഏത് മോഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓട്ടോ എടുത്താൽ അത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും. ഇതുപോലെ അത് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതുപോലെ ചെറിയ സ്ക്രീനിലേക്ക് മൊബൈൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്ക്രീനിലും കാണിക്കാം. നമുക്ക് നമ്മുടെ ഓഫീസിലിരുന്നോ പുറത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലിരുന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്കൊരു വിഷ്വൽ അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിലുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ കാണുന്ന ക്യാമറ. നമ്മളത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടുന്നതാണ്. അതുപോലെ നമുക്കൊരു ഇവൻറ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ റെക്കോർഡ് ബട്ടൺ മൂന്നാമത് കാണുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെക്കോർഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ മൈക്ക് നാലാമത് കാണുന്ന മൈക്ക് നമുക്കതിൻ്റെ മൈക്രോഫോണിൻ്റെ വോളിയം അതുപോലെ സ്പീക്കറിൻ്റെ വോളിയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കേട്ടോ അതിൽ. കാരണം നമുക്ക് നമ്മുടെ ഓഫീസിലിരുന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആളോട് സംസാരിക്കണമെങ്കിൽ ഇതുവഴി നമുക്ക് സംസാരിക്കാം. ഇനി അതുപോലെ നമ്മുടെ ഒരാൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അയാളോട് നമുക്ക് സംസാരിക്കണമെങ്കിലും ഇത് 2-way കമ്മ്യൂണിക്കേഷൻ. ഇതിൽ കോളിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ 1-way ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ടോക്ക് എന്നുള്ളത് നമ്മളത് മൈക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-way കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കും. അതായത് നമ്മൾ മൊബൈൽ വഴി നമ്മൾ സംസാരിക്കുന്നത് ക്യാമറയുടെ സ്പീക്കറിൽ കേൾക്കുന്നതായിരിക്കും. ഇതാണ് അതിൽ 1-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. 2-way എന്നുള്ളത് നമുക്ക് അതിൽ കോളിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതിൽ വോയിസ് കോൾ ഫെസിലിറ്റി ഉണ്ട്. നമുക്കിതിൽ പാൻ ടിൽറ്റ് ഇത് 360 ഡിഗ്രി റൊട്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് എങ്ങനെ 360 ഡിഗ്രി റൊട്ടേഷൻ ആവുന്നത് കാണിച്ചു തരാം. നമുക്കതിങ്ങനെ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു 5 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഇതെല്ലാം നമുക്ക് മാറ്റാം കേട്ടോ. നമ്മൾ സിംഗിൾ ടാപ്പിൽ എത്ര റൊട്ടേഷൻ വേണം എന്നുള്ളതെല്ലാം നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ മാറ്റാൻ സാധിക്കും. അതുപോലെ നമുക്ക് ക്യാമറ ഏത് പൊസിഷനിൽ നമ്മളിപ്പോൾ 2-3 പൊസിഷൻ നമുക്ക് ഓരോ ഏരിയ നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് അതെല്ലാം ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കഡ് പൊസിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷനിലേക്ക് വളരെ ഈസി ആയിട്ട് ക്യാമറയെ തിരിച്ചു വയ്ക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ക്യാമറയാണ്. ഒത്തിരി അഡ്വാൻസ്ഡ് ഓപ്ഷൻസുകളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഇത് 360 ഡിഗ്രി ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതുപോലെ റിട്ടേൺ നമുക്ക് തിരിക്കാം. 114 ഡിഗ്രി അപ്പ് ആൻഡ് ഡൗൺ, അതായത് വേർട്ടിക്കലായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മാർക്ക്ഡ് പൊസിഷൻ. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ ആ പൊസിഷനിൽ വന്ന് നമുക്ക് മാർക്ക് പൊസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ പൊസിഷനിലേക്ക് 2 പൊസിഷനാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഞാൻ മുൻപേ ചെയ്തു വെച്ചതാണ്. നമുക്ക് അവിടേക്കെല്ലാം വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ക്യാമറ. അത് വീടിൻ്റെ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന് ഇങ്ങനൊരു വിഷ്വൽ കാണുന്നത്. സൺഷെയ്ഡിൻ്റെ ഏരിയയാണ് കാണിക്കുന്നത്. മഴയൊന്നും കൊള്ളാൻ പാടില്ല കേട്ടോ. കാരണം ഞാനിത് മഴ കൊള്ളാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
മഴ കൊള്ളാൻ പാടില്ല, വെള്ളമാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വൺസ് അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏത് പൊസിഷനിലാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്നതായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബൾബ് ഊരിയെടുക്കുന്ന പോലെ ഊരിയെടുക്കാം. അപ്പോൾ ഞാനിത് അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു 4x4 ഒരു ബോക്സിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് റൗണ്ടിൽ കട്ട് ചെയ്ത്, കാരണം അങ്ങനെ ഊരിയെടുക്കാൻ കഴിയില്ല ഇത് പെട്ടെന്ന്. ഞാനത് ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മാർക്ക് പൊസിഷനിലാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ അടുത്ത മാർക്ക് പൊസിഷനിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് അത് സെക്കൻഡ് മാർക്ക് പൊസിഷനിലേക്ക് മാറ്റിയിരുന്നു. ഇനി നമുക്ക് അങ്ങനെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വേഗം കൊണ്ടു ചെല്ലാൻ പറ്റും. ഇതിൻ്റെ മറ്റ് ഓപ്ഷനുകൾ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് 2-way കമ്മ്യൂണിക്കേഷൻ വോയിസ് കോളിംഗ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഇത് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾ ക്യാമറ നിൽക്കുന്ന അവിടെ നല്ല സൗണ്ട് ഉണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. അവർക്ക് 2-way ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ക്യാമറയാണ്. നമുക്ക് വളരെ ചെറിയ ചിലവിൽ നമുക്ക് വീട്ടിലെല്ലാം വാങ്ങിച്ച് വെക്കാം കേട്ടോ. വളരെ നല്ലൊരു ക്യാമറയാണ്. ഇതിൻ്റെ റെക്കോർഡഡ് വേർഷനിലേക്ക് നമ്മളതിലെ പ്ലേ ബാക്ക് മെമ്മറി, ഇത് ഞാൻ അതിൽ കുറച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്തതാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഫോട്ടോ എടുക്കാം റെക്കോർഡ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് അവിടുന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഇതതിൻ്റെ മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡ് ചെയ്തതാണ്. ഡിഫോൾട്ടായിട്ട് മെമ്മറിയിൽ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ യെല്ലോ കളറിൽ കാണുന്നത് അതിൻ്റെ റെക്കോർഡഡ് വേർഷനാണ്. റെക്കോർഡഡ് വിഷ്വൽസാണ് ആ കാണുന്നത്. ഇപ്പോൾ കുറച്ച് 14:42 പറഞ്ഞ 2 മണിക്ക് ശേഷമുള്ള റെക്കോർഡഡ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം 3 അതിൽ കാണുന്നത്. അപ്പോൾ 2 മണിക്കുള്ള വീഡിയോസാണ് അത് കാണുന്നത്. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ ബാക്കിലോട്ട് നോക്കാം. അതുപോലെ ഇത് ടുഡേ ഇന്ന് റെക്കോർഡ് ചെയ്താണ്. നമുക്കത് പ്രീവിയസ് ഡേയ്സ് എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഒരു 10 ദിവസത്തോളം നിൽക്കും. ഒരു 64 GB നമുക്ക് മോഷൻ ഡിറ്റക്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 10 ദിവസത്തോളം നമുക്ക് നിർത്താൻ സാധിക്കും. 10 ദിവസത്തോളം അതിൽ മെമ്മറി ബാക്കപ്പ് കിട്ടും. അതെങ്ങനെയാണ് ഇതിൽ സെറ്റപ്പ് ചെയ്യേണ്ടതെല്ലാം കാണിക്കാം. എങ്ങനെയാണിത് റെക്കോർഡിങ്, ഏതെല്ലാം ദിവസം റെക്കോർഡ് ചെയ്യണം, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ അലാം അടിക്കുന്നതിനുള്ളത്, നമുക്ക് നോട്ടിഫിക്കേഷനും വരും. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരും. ഇതെല്ലാം നമുക്കതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം സെറ്റിങ്സിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ക്യാമറ ഏത് ഭാഗത്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ, അതുപോലെ ഇൻവേർട്ട് ഇമേജ്, ഈ കാണുന്നതെല്ലാം നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഡിറ്റക്ഷൻ. ഇപ്പോൾ നമ്മൾ മോഷൻ ഡിറ്റക്ഷനാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഇട്ട് കഴിഞ്ഞാൽ മെമ്മറി പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കത് റെക്കോർഡ് ചെയ്യണം. ആ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈലിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇതാണ് ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് അത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്, ക്യാമറയുടെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മൊബൈലിലേക്ക് അത് നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അലാം ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലും അലാം അടിക്കും, അതുപോലെ തന്നെ ക്യാമറയിലും അത് അലാം അടിക്കും. ഇപ്പോൾ നമുക്കൊരു ടെസ്റ്റ് നോക്കാം. ഇപ്പോൾ എൻ്റെ മോനാണ്, അവൻ ജസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അലാം അടിക്കുന്ന സൗണ്ട് കേട്ടില്ലേ. അതുപോലെ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതൊരു പുറത്തെല്ലാം ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തിടുകയാണ്. നോട്ടിഫിക്കേഷൻസും അതുപോലെ അലാം ഓഫ് ചെയ്യണം. നമുക്ക് ക്രിട്ടിക്കൽ ഏരിയയിലെല്ലാം നമുക്ക് അതുപോലെ എനേബിൾ ചെയ്താൽ വളരെ സൗകര്യമായിരിക്കും. ആ സമയത്ത് അലാം അടിക്കും. ഇത്രയുമാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതതിൻ്റെ മെമ്മറി കാർഡിൻ്റെ ഇതാണ്. നമ്മൾ ലൂപ്പ് റെക്കോർഡിംഗ് ആണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 10 days റെക്കോർഡിംഗ് മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ വീണ്ടും പഴയ ഡാറ്റ ഡിലീറ്റ് ചെയ്യും. അത് ഓൾഡ് ഡേയ്സ്, അതായത് 10ാമത്തെ ദിവസത്തെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നമ്മളത് മാനുവലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ചെയ്യും. ഇനി അതിൻ്റെ ഏതെല്ലാം ദിവസം റെക്കോർഡ് ചെയ്യണം, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് വേണോ, ഒരു ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് വേണോ എന്നെല്ലാം സെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണിത്. നമുക്കിത് സെലക്ട് ഓൾ കൊടുത്ത് ഏതാണ് വേണ്ടതെന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ ചില ദിവസങ്ങൾ വേണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, ചില ടൈം വേണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഇങ്ങനെയെല്ലാം നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഇത്രയെല്ലാം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വാങ്ങിക്കാം. വളരെ വളരെ ചിലവ് കുറഞ്ഞൊരിതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളതിൻ്റെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. നമ്മൾ റെക്കോർഡഡ് വീഡിയോയിൽ ടൈം കാണിക്കുന്നതിനുള്ള ഓപ്ഷനാണ് അത് കാണുന്നത്. ഇതെല്ലാമാണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടുത്ത് റീസെറ്റ് ബട്ടൺ, അതിൻ്റെ IR LED ആണിത്. രാത്രി വിഷ്വൽ വരുമ്പോൾ കാണും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4x4 ഒരു ബോക്സ് വാങ്ങി അതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്ത് ഞാൻ അതിലോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ബേസ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഊരിയെടുക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ അതിൻ്റെ ബേസ്, അതിൻ്റെ ടോപ്പ് പോർഷൻ ക്യാമറ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഊരിയെടുക്കാൻ സാധിക്കില്ല. സ്ക്രൂ എല്ലാം അഴിച്ചെടുത്തതിന് ശേഷം മാത്രമേ ക്യാമറ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.